നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കോടനാട് നീലകണ്ഠനും കോന്നി സുരേന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്ന കോന്നി ആനപരിപാലന കേന്ദ്രത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കോന്നി ആനക്കാഴ്ചകളിൽ ആദ്യം ഒരു ആനക്കൂടാണ് കാണാൻ സാധിക്കുന്നത്. ആനകളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത്. ഇതിൽ 6 ആനകളെ വരെയിട്ട് പരിശീലിപ്പിക്കാൻ കഴിയും. 1942 സ്ഥാപിച്ചത് ഇത്. 1977 ആനപ്പിടുത്തം വിലക്കിയതോടെ ഈ ഒരു കൂട് വെറും ഒരു സ്മാരകമായാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ കൂടിന്റെ നിർമ്മാണം കമ്പകം എന്ന ഒരു മരത്തിന്റെ തടി കൊണ്ടാണ്. ഇത് ആനയുടെ വലിപ്പമനുസരിച്ച് ക്രമീകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ആനകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള കൽപാത്രം ഇതിന്റെ സൈഡിലായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. കോന്നി ആനക്കൂടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇവിടുത്തെ എലിഫന്റ് മ്യൂസിയം. വളരെ കൗതുകമേറിയ പലതരം കാഴ്ചകൾ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. വാരിക്കുഴിയിൽ ആന വീഴുന്നതും അതിൽ നിന്നും ആനയെ വലിച്ചു കയറ്റുന്നതും അടുത്തതായി ആനയെ ചട്ടം പഠിപ്പിക്കാനായി കൊണ്ടുപോകുന്നതും അതൊക്കെ കൃത്യമായി തന്നെ ഇവിടെ ദൃശ്യാവിഷ്കരിച്ചിട്ടുണ്ട്. വാരിക്കുഴിയിൽ വീണ ആനകളെ ചട്ടം പഠിപ്പിക്കുന്നതിനായിട്ടുള്ള പലതരം ആയുധങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കാണാൻ. ഓരോ ആയുധത്തിന്റെയും പ്രത്യേകതകൾ അടുത്തു വച്ചിരിക്കുന്ന ഒരു സ്ക്രീനിൽ തൊടുമ്പോൾ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മ്യൂസിയത്തിനകത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഓഡിയോ വിഷ്വൽ റൂം. ഇതിനകത്ത് വച്ചിരിക്കുന്ന മെഷീനിൽ ഓരോ സ്വിച്ചിലും ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും സൗണ്ടുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മെഷീനിൽ തൊടുന്നതനുസരിച്ച് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പക്ഷികളുടെ ആയാലും മൃഗങ്ങളുടെ ആയാലും വളരെ വ്യക്തമായിട്ടുള്ള സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഇതിനകത്ത് നമ്മൾ കയറിയാൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്.